അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഊട്ടി ബസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയി ബസ്സിൽ കയറി. ഞാൻ സൈഡ് സീറ്റാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഒരു ചേച്ചിനോട് ചോദിച്ചു, സച്ചി മോനെ ആ സൈഡ് സീറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ ആ സീറ്റ് ചേച്ചിക്കും കൊടുത്തു. നമ്മളെ നല്ല മനസ്സിന് എന്നെ ചെയ്യാനാണ്, അങ്ങനെ ചോദിക്കുമ്പോൾ പറ്റിയല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ സുൽത്താൻ ബത്തേരിക്ക് പോകണം. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഏകദേശം ഇപ്പം നമ്മൾ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതും. അപ്പോൾ അതിനടുത്ത് തന്നെയുള്ളൊരു കുടുംബശ്രീ ഹോട്ടലുണ്ടായിരുന്നു. അപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങോട്ടും തേരാപ്പാര നടന്നു. കാരണം ഏകദേശം ഒരു 10-20 മിനിറ്റ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നേരെ കയറുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നേരെ ഊട്ടി ഗൂഡല്ലൂർ റോഡിലോട്ട് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. റോഡിലോട്ട് കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ക്ലൈമറ്റേ അങ്ങ് മാറി, ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അത്ര നേരം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് കാടും ഫോറസ്റ്റും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയ, അത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കാണുന്ന കവുങ്ങിൻ തോട്ടങ്ങളാട്ടോ. നമ്മളിപ്പം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന കവുങ്ങിൻ തോട്ടങ്ങളാണ്.